അതിമനോഹരമായ ഒരു സൺറൈസ് ആണ് ഈ കാണുന്നത്, അതും കടലിൽ നിന്നിട്ട്. ഗിൽനെറ്റ് ബോട്ടിൽ നമ്മൾ ആഴക്കടലിലേക്ക് പോകാൻ നേരത്തെ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നല്ല പക്കാ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂടാ. അതിപ്പോ ഒരു മഴ പെയ്യണ സമയമാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷം എല്ലാം മൂടി കെട്ടിയിരുട്ടിത് ഭയാനകപ്പെടുത്തുന്ന രീതിയിലാക്കി കളയും മഴ പെയ്യണ സമയത്ത്. ഇതിപ്പോ ജസ്റ്റ് ഒരു മഴക്കാരിങ്ങനെ വന്നു പോയുള്ളൂട്ടാ, പെയ്തില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോ വൈകുന്നേര സമയമാണെന്നുണ്ടെങ്കിൽ ഒരു കളർ ഗ്രേഡിങ്ങിന്റെയും ആവശ്യമില്ലട്ടാ. നാച്ചുറൽ ഗ്രേഡിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. നോക്കി എന്താ ഭംഗിന്നറിയോ. സൂര്യൻ താന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മേഘങ്ങളുടെ ടെക്സ്റ്റേഴ്സ് നോക്കി, അടിപൊളിയല്ലേ കാണാനായിട്ട്. 30-32 ദിവസം കടലിൽ പോകാൻ നേരത്ത് ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും പോലുള്ള കാഴ്ചകൾ കാണാൻ നേരത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. കണ്ടാൽ മാത്രം പോരട്ട, അത് ആസ്വദിക്കാനുള്ള കഴിവും കൂടി വേണം. അപ്പൊ എന്തായാലും രാത്രിയിലത്തെ ഒരു സീനും കൂടി നമുക്ക് കണ്ടാലോ. ഇത് നോക്കിയേ, ഇത് കാണുമ്പോ എത്ര മണിയാണെന്ന് പറയും? സമയം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. കടലിൽ നിലാവ് വരാൻ നേരത്ത് ആ ഒരു വെട്ടത്തിലുള്ള തെളിച്ചം നോക്കി. ഇങ്ങനെ ഓടിപ്പോണ സമയങ്ങളിൽ മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ബീൽ ഹൗസിന്റെ പുറത്തായിരിക്കും ഇവിടെ കിടക്കുന്നത്. പുറത്ത് കിടക്കുമ്പോ മുകളിൽ നക്ഷത്രം എല്ലാം നോക്കി കിടക്കാനായിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. രാത്രിയിലത്തെ സീൻ കാണിച്ചപ്പോ ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച കാര്യമുണ്ടാ, കടലിൽ കൊതുകുണ്ടാന്ന്. കടലിൽ കൊതുകൊന്നുമില്ലട്ടാ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീനറി ഏതാണ് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.